സെമി ജൂട്ട് സിൽക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. വളരെ അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സെമി ജൂട്ട് സിൽക്ക് സാരീസ് ആണ്. നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിലാണ് എല്ലാ സാരീസും വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഫസ്റ്റ് സാരി നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ബോട്ടിൽ ഗ്രീനിൽ ചില്ലി റെഡിലാണ് കോമ്പിനേഷൻ വരുന്നത്. നല്ലൊരു നീംസറി വുവൺ പാറ്റേണിലാണ് ഇതിൽ ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നത് കേട്ടോ. നീംസറിയിലുള്ള ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലായിരിക്കും. ചില്ലി റെഡിലാണ് ഈ ഒരു ബോർഡർ വരുന്നത്. പല്ലു ഈ ഒരു സ്റ്റൈലായിരിക്കും. മുന്താണി വരുന്നത് ഒരു നീംസറിയിൽ തന്നെയുള്ള തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും. ഒരു വുവൺ പാറ്റേണിലായിരിക്കും. ചില്ലി റെഡി തന്നെയാണ് പല്ലു. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. സോഫ്റ്റ് സെമി ജൂട്ടാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിരിക്കും വരുന്നത്. ഡബിൾ സൈഡിലും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നീംസറിയിലുള്ള ബോർഡർ, സെയിം സ്റ്റൈൽ പല്ലു വിത്ത് ബ്ലൗസ്. ഇതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ബീട്രൂട്ട് ടോൺ ആണ് സാരിയുടെ ബോഡി വരുന്നത്. ടെർക്കോയിസ് ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരിക. സെയിം അതേ നീംസറിയിൽ തന്നെ ആ ടെർക്കോയിസ് ബ്ലൂയിലായിരിക്കും ഫ്ലോറൽ പാറ്റേണിലെ ബോർഡർ, മുന്താണി, സെയിം സ്റ്റൈൽ ബ്ലൗസ്. പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. എല്ലാ കളേഴ്സും നല്ല നല്ല ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് മെഹന്തി ഗ്രീൻ ആണ്. മെഹന്തി ഗ്രീനിൽ മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത്. നീംസറി വുവൺ ബോർഡേഴ്സ് വരുന്നത് മെറൂണിലായിരിക്കും. അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു. ഷോർട്ട് മുന്താണിയാണ് എല്ലാ സാരിക്കും വരുന്നത്. നമുക്കൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയായിട്ട് വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വിത്ത് ബ്ലൗസ്. എല്ലാം നല്ല കോമ്പിനേഷൻ ആണ്. ടെർക്കോയിസ് ഗ്രീനും നേവി ബ്ലൂ കൂടിയാണ് അടുത്ത സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം സ്റ്റൈലിൽ ബോഡി പ്ലെയിൻ വന്നിട്ട് അതേ നീംസറി വുവൺ സ്റ്റൈലിലായിരിക്കും. നേവി ബ്ലൂയിലായിരിക്കും ബോർഡറും പല്ലുവും വരുന്നത്. നേവി ബ്ലൂവിൽ തന്നെ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ചില്ലി റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. അതേ നീംസറിയിൽ തന്നെയായിരിക്കും ബോർഡർ വന്നിട്ട്. ഷോർട്ട് പല്ലു, റെഡിലാണ് കോൺട്രാസ്റ്റ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ബോഡി വരുന്നത് റെഡ് ആട്ടോ വരുന്നത്. ബോട്ടിൽ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. ബോട്ടിൽ ഗ്രീനിലായിരിക്കും ബോർഡറും പല്ലുവും വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേൺ എല്ലാം സെയിം തന്നെ. ബോർഡർ എല്ലാം വരുന്നത് നീംസറിയിൽ തന്നെയുള്ള ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ബോർഡർ. ഷോർട്ട് മുന്താണി, ബോട്ടിൽ ഗ്രീനിലാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഡാർക്ക് മസ്റ്റേർഡ് ആണ് ബോഡി വരുന്നത്. ബോട്ടിൽ ഗ്രീൻ ആയിരിക്കും കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. മസ്റ്റേർഡ് യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈൽ ബോഡി, ഷോർട്ട് പല്ലു, ബോട്ടിൽ ഗ്രീൻ ബ്ലൗസ്. ഒരു ലൈറ്റ് ലാവൻഡർ ടോൺ ആണ് സാരി വരുന്നത് കേട്ടോ. ലാവൻഡർ വിത്ത് നേവി ബ്ലൂ ആണ് സാരിയുടെ കോമ്പിനേഷൻ. സെയിം സ്റ്റൈലിൽ തന്നെ നീംസറി വുവൺ പാറ്റേണിലായിരിക്കും. കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡർ വിത്ത് പല്ലു, നേവി ബ്ലൂയിലാണ് വിത്ത് ബോർഡർ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ടോൺ കൂടി ഡാർക്കർ ആണ്. ലാവൻഡർ തന്നെ വരുന്ന ഒരു ടോൺ ഡാർക്കർ ആട്ടോ. കഴിഞ്ഞ സാരിനേക്കാളും കോമ്പിനേഷൻ സെയിം തന്നെ. നേവി ബ്ലൂയിൽ തന്നെ നീംസറി വുവൺ പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത് വിത്ത് പല്ലു, റണ്ണിങ് ബ്ലൗസ്. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സെമി ജൂട്ട് സിൽക്കിൽ വന്ന കളക്ഷൻസ് ആയിരുന്നു വന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന കളക്ഷൻസ് ആയിരുന്നു. ലാസ്റ്റ് സാരി വരുന്നത് മസ്റ്റേർഡ് യെല്ലോ ആണ്. മസ്റ്റേർഡ് യെല്ലോയിലും റെഡ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ബോഡി എല്ലാ സാരീസിനും പ്ലെയിൻ വന്നിട്ട് ആ ഒരു നീംസറി വുവൺ പാറ്റേണിൽ കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലായിരിക്കും ബോർഡർ വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ഷോർട്ട് പല്ലു, കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് വരുന്നത്.